ഹായ്, നല്ലൊരു കൊമ്പനാട്ടോ. ചക്കക്കൊമ്പനുമല്ല, ആനക്കൊമ്പനുമല്ല, ഇത് കട്ടപ്പനയിലെ കൊമ്പനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കട്ടപ്പനയിലാണ്. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട്, സുന്ദരവ്യഞ്ജനങ്ങളുടെ നാടായിരിക്കുന്ന ഒരു ബിസിനസ് ഹബ്ബായിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരുപാടുള്ള കട്ടപ്പനയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ന് കട്ടപ്പന ഈ അടുത്ത 12 ദിവസം, അതായത് ഇന്നു മുതൽ അടുത്ത 22-ാം തീയതി വരെ കട്ടപ്പന അങ്ങനെ ആഘോഷ രാവിലേക്ക് കിടക്കുകയാണ്. കട്ടപ്പന ഫെസ്റ്റ് 2024. അപ്പോൾ ഈ ഫെസ്റ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് കൂടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കിടിലം കാഴ്ചകളും കിടിലം വൈബുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓണാക്കി വെക്കുക. അപ്പോൾ കട്ടപ്പന ഫെസ്റ്റിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കട്ടപ്പന ഫെസ്റ്റ് സീസൺ 2 നമുക്കെല്ലാവർക്കും അറിയാം. 10-ാം തീയതി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്ത് ഈ ഫെസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന 12 ദിവസക്കാലം, നാളെ മുതൽ 12 ദിവസക്കാലം കട്ടപ്പന ഒരു ആഘോഷ തിമിർപ്പിലേക്ക് വരികയാണ്. നമുക്കറിയാം, നമ്മുടെ സമീപ ജില്ലകളിൽ വന്ന് മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റികളെ നമ്മുടെ ഇടുക്കിയിൽ കട്ടപ്പനയിൽ എത്തപ്പെടുകയാണ്. ശീലൻ ദേവസി, രമ്യ നമ്പീശൻ, ആശാ ശരത് തുടങ്ങിയ MG ശ്രീകുമാർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ കട്ടപ്പനയുടെ വേദിയെ പുളകിതയാണ്. ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട്, പെറ്റ് ഷോ ഉണ്ട്. അതുകൂടാതെ സ്നോ പാർക്ക് കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് സ്നോ പാർക്ക് എത്തിയിരിക്കുകയാണ്. 100ഓളം സ്റ്റാളുകളുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള അമ്യൂസ്മെൻറ്റുകളുണ്ട്. എല്ലാ ദിവസവും വളരെ മനോഹരമായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. നമ്മൾ ഈ ഫെസ്റ്റ് നടത്തപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ വ്യാപാരിയായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, നമുക്കൊപ്പം ഉള്ള 35 വയസ്സുകാരനായ ഉള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അനൂപിന് വേണ്ടിയിട്ടാണ് ഒരു 15 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ ബോൺമാരോ ശസ്ത്രക്രിയയ്ക്കായിട്ട് വരും. അത് കണ്ടെത്തുന്നതിനായിട്ടുള്ള ഈ ശ്രമത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് കട്ടപ്പന ആഘോഷ തിമിർപ്പിലേക്കാവുമ്പോൾ പൊതുജനങ്ങളായിട്ടുള്ള എല്ലാവരെയും, കുട്ടികളെയും ഈ ഫെസ്റ്റ് നഗരിയിലേക്ക് സമീപത്തുള്ള ഹൈറേഞ്ചിലുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഫെസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഈ ഫെസ്റ്റ് നഗരിയിലേക്ക് ക്ഷണിക്കുകയാണ്. കട്ടപ്പന ഫെസ്റ്റ് നഗരിയിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ ഈ മേഖലയിൽ തന്നെയാണ്. എൻട്രി ഫീസായിട്ട് 100 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് കേട്ടോ. കട്ടപ്പനയിലെ വ്യാപാരം നടത്തുന്ന ഒരാളുടെ ക്യാൻസർ ബാധിച്ച് മഞ്ഞ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പണസമാഹരണത്തിന് വേണ്ടിയാണ് ശരിക്കും കട്ടപ്പന ഫെസ്റ്റ് ശരിക്കും സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫെസ്റ്റ് നഗരിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഓഫറിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ചാർജ് കൂടാതെ നിങ്ങൾ കഴിവുള്ള ആളുകൾ അവിടെ ഒരു ഓഫറിംഗ് ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു ധനസമാഹരണത്തിന് നിങ്ങളൊരു പങ്കാളികളായിട്ട് തീരും. അപ്പോൾ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റാളിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന എഡ്യൂക്കേഷണൽ സംബന്ധമായിട്ടുള്ള ഒരു സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിരവധി സ്റ്റാളുകളുടെ ഒരു കേന്ദ്രം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സ്റ്റഡി അബ്രോഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ കൺട്രീസിലേക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സാണ്. നമ്മൾ സ്റ്റുഡൻസിന്
പഠിക്കാൻ അഡ്മിഷൻ തുടങ്ങി അവർക്ക് അവിടെ ചെന്നിട്ടുള്ള പോസ്റ്റ് ലാൻഡിംഗ് സർവീസസ് അക്കോമഡേഷൻ എല്ലാം കൊടുക്കും. പിടയ്ക്കുന്ന ക്യാമറ ഏത് ഡയറക്ഷനിലേക്ക് കറങ്ങും? എവിടെ? കട്ടപ്പനയാണോ സ്ഥാപനം? കട്ടപ്പന തന്നെയാണ്. ശരി, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങൾ, ഫൈനാൻസ് ഒക്കെ നിങ്ങൾ അവൈലബിൾ ആണ്? സ്പോട്ട് അപ്രൂവൽ ആണ് നമുക്ക് നിലവിൽ കൊടുക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്രയാണ്? 3999 രൂപയ്ക്ക് നമുക്ക് അതിന്റെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങുന്നതാണ്. നിലവിൽ ഇറങ്ങും. എത്ര ദിവസം താമസമുണ്ടോ? നമുക്ക് നമ്പർ പ്ലേറ്റ് ആണ് താമസം മാത്രമേ ഉള്ളൂ. എല്ലാ വേരിയന്റും ഉണ്ട്. എല്ലാ വേരിയന്റും ഉണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയ റോഡിനുണ്ട്, പ്രീമിയം സെഗ്മെന്റിനുണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, നെറ്റ്വർക്കിന്റെ എല്ലാ വേരിയന്റും ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ബൈക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. കട്ടപ്പന എവിടെയായിട്ടാണ് സ്ഥാപനം? പുതിയ ഹൈ റേഞ്ച് ഹൈപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഓക്കെ. റോഡിൽ ഇറങ്ങാൻ 14,999 രൂപ മാത്രം മതി റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ സ്പോട്ട് അപ്രൂവലാണ്, നമ്പർ പ്ലേറ്റ് ആണ്, താമസം മാത്രമേ ഉള്ളൂ. വണ്ടി എല്ലാം അങ്ങനെ നമ്മൾ മറ്റൊരു സ്റ്റാളിലേക്ക് നമ്മൾ കയറി. ആദ്യം ഒരു കടന്ന് നമ്മൾ അടുത്ത ഒരു പവലിയനിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഒരു ഫർണിച്ചറിൻ്റെ ഒരു വിപുലമായ ഒരു ശേഖരമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് എവിടെ നിന്നാണ്? നമ്മൾ കോട്ടക്കൽ, മലപ്പുറം ജില്ല കോട്ടക്കൽ അല്ലേ? അപ്പോൾ എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ഫർണിച്ചറാണ്? ഫർണിച്ചറിൽ ബെഡ്റൂം സെറ്റ്, ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ് എല്ലാം ഉണ്ട്. എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെന്റ് ആണോ, റെഡി ക്യാഷ് ആണോ? നമ്മൾ എന്താ വെച്ചാൽ 40% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. കസ്റ്റമർക്ക് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കാനുള്ള അവസരമാണ്. എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി? നമുക്ക് 15 ദിവസം മാക്സിമം നിലവിൽ ഓൾറെഡി നമ്മൾ ഇതിന്റെ ഓർഡർ എടുത്തോണ്ടാണോ പോണേ? ഓർഡർ എടുക്കും. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്സ്റ്റെയറിലൊക്കെ അന്ന് കയറ്റി വെച്ച് സെറ്റ് ചെയ്ത് ഒരു 5 സ്റ്റാർ സ്റ്റോറേജ് തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും നമുക്ക് ഇതേപോലെ സാധനങ്ങൾ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയതും പുതിയതുമായിട്ടുള്ള സ്റ്റൗകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് കമ്പനിയാണ്? ഐബൽ. ഏറ്റവും ലോ പ്രൈസ് എത്രയായിരിക്കും? ഗ്ലാസ് ടോപ്പ് അല്ല, ഇത് ക്രിസ്റ്റൽ ടോപ്പാണ്. അത് അൺബ്രേക്കബിളും സ്ക്രാച്ച് പ്രൂഫും ആണ്. ഇതിന് നമുക്ക് വെളിയിൽ വരുമ്പോൾ 6,950 വരുന്നതാണ്. എക്സ്ചേഞ്ച് ഓഫർ 2000 കിട്ടും. എത്ര പഴയ സ്റ്റൗ ഉണ്ടെങ്കിൽ 2000 രൂപ. എത്ര അടി? ഇത് 17 അടി. അവിടെ ഇരിക്കുന്ന ഹെവി ഉണ്ട് 20 അടി. ഇത് എന്ത് പ്രൈസ് വരും? ഇത് 4200 ആണ് ഇതിന്റെ യഥാർത്ഥ വില. ഇവിടെ 1000 രൂപ ഡിസ്കൗണ്ടിലാണ്. 1000 രൂപ ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഓൾറെഡി നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പവനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടികളുടെ വളരെ മനോഹരമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വള, മാല, കമ്മൽ, ചീപ്പ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ലേഡീസ് ഐറ്റംസിൻ്റെ ഒരു മഹനീയ കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ധാരാളം കത്തികളുടെ ഒരു ശേഖരം നമുക്ക് കാണാൻ പറ്റി സാധിച്ചു കേട്ടോ. വിവിധ തരത്തിലുള്ള കത്തികൾ, അതുപോലെ നമുക്ക് തോട്ടികൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. ചേട്ടൻ എവിടെ നിന്നാണ്? പാലക്കാട് നന്മാറ. നമുക്ക് എല്ലാ ഐറ്റം ഉണ്ട്. വാക്കത്തി എല്ലാ ഐറ്റം ഉണ്ട്. വാക്കത്തി, വെട്ടുകത്തി, അരിവാള്, തോട്ടിക്കൊക്കി, മണ്ണുമാന്തി, മണ്ണുകോരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്. പിന്നെ അടുത്തൊരു പവലിലേക്ക്, ഒരു സ്റ്റാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ ഒരു കാഴ്ചയാണ്. എല്ലാവിധ പച്ചക്കറികളുടെ ഒരു കമനീയമായിട്ടുള്ള വിത്തിൻ്റെ ഒരു ശേഖരം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വിത്ത് ശേഖരം മാത്രമേ ഉള്ളൂ, അതോ വളമുണ്ടോ? വളമുണ്ട്, ജൈവവളമുണ്ട് അല്ലേ? ജൈവവളമുണ്ട്. അപ്പോൾ അതെ, ജൈവവളത്തിൻ്റെ ഒരു കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഓരോ ഐറ്റത്തിൻ്റെയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പച്ചക്കറികളുടെ വിത്തുകൾ എന്ന്. ചേട്ടാ, ഈ വിത്തിന് ഒരെണ്ണത്തിന് എത്രയാണ്? ഇവിടെ വരാമോ? 20 രൂപ. ആദ്യം നമ്മൾ വാഹനത്തിൻ്റെ TVSൻ്റെ ഒരു പ്രദർശന മേളയാണ് നമ്മൾ കണ്ടത്. യമഹയുടെ ഒരു പ്രദർശനം നമുക്കിവിടെ ഉണ്ട്. ചേട്ടാ, എവിടെ സ്ഥലം? കട്ടപ്പനയാണോ? കട്ടപ്പന തന്നെയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡൗൺ പേയ്മെന്റ് എത്രയാണ്? നിലവിൽ കൊടുക്കും. ഡെലിവറി എത്ര ദിവസം? അതൊരു 4-5 ഡേയ്സിനുള്ളിൽ നമ്മൾ ഡെലിവറി കൊടുക്കും. ഹോം ഡെലിവറി എല്ലാ വേരിയന്റും ഉണ്ട്. എല്ലാ വേരിയന്റും നമുക്ക് സ്റ്റാളിൻ്റെ ഉള്ളിലേക്കൊക്കെ നടന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ കടന്ന് വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ശരിക്കും സ്നോ പാർക്കിലേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ സ്നോ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഈ ഒരു വർഷത്തെ ഫെസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്നോ പാർക്ക് കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു ഹിമാലയ മലനിരകളിലൊക്കെ പോയിരിക്കുന്ന സെയിം അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും അങ്ങോട്ട് നമുക്ക് പോകാമല്ലേ?
നടക്കുന്നുണ്ടോ? സൂപ്പറാണോ? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു അനുഭവം? ശരിക്കും നമ്മളൊരു ഹിമാലയത്തിൽ പോയൊരു പ്രതീതി ഉണ്ടോ? കറക്റ്റ്. എവിടുന്നാണ്? അണക്കര. എല്ലാവരും അണക്കരയാണോ? കൊള്ളാം. അച്ഛനെ എങ്ങനെയുണ്ട് നമ്മുടെ സ്നോ പാർക്കൊക്കെ? ഫെസ്റ്റ് ഒക്കെ അടിപൊളിയാണോ? ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പാർക്കിൽ കയറണേ? എവിടുന്നാ വന്നേ? കട്ടപ്പന. എല്ലാവരും കട്ടപ്പനക്കാരല്ലേ? ഓക്കെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. വായിക്കത്തു നിന്നൊക്കെ ഇങ്ങനെ മിസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് തള്ളുകയാണ്. ശരിക്കും നമ്മളൊരു കോടമഞ്ഞിലൊക്കെ പോയിരിക്കുന്ന അതേ പ്രതീതി നൽകുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്നോ പാർക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. എന്താണെങ്കിലും കട്ടപ്പന ഫെസ്റ്റിവൽ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണം. കാരണം ഇതൊരു വെറൈറ്റി സംഭവമാണ്. വിവിധയിനം സ്റ്റാളുകളും അതുപോലെ സ്നോ പാർക്കും ഒക്കെ കണ്ടിട്ട് നമ്മൾ കട്ടപ്പന ഫെസ്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്ലവർ ഷോ നടക്കുന്ന ആ ഒരു സ്പോട്ടിലേക്കാണ്. വ്യത്യസ്തപ്പെട്ട ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ റോസാപ്പൂക്കളുടെയും അതുപോലെ ജമന്തികളുടെയും അതുപോലെയുള്ള പൂക്കളുടെ എല്ലാം ഒരു മഹനീയമായിട്ടുള്ള ഒരു കാഴ്ച. ശരിക്കും പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു പന്തലിൻ്റെ ഉള്ളിൽ കണ്ണെത്താ ദൂരത്തോളം അതിമനോഹരമായിട്ടുള്ള പുഷ്പങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫെസ്റ്റിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഗോസ്റ്റ് ഹൗസാണ്. ശരിക്കും കുട്ടികളെയും കൊണ്ടും അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ഗോസ്റ്റ് ഹൗസ് കയറി കഴിഞ്ഞാൽ വേറെ ലോകത്ത് നമ്മൾ എത്തിച്ചേർന്ന പോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചേച്ചി ടിക്കറ്റ് ചാർജ് എത്രയാണ് നമ്മുടെ ഇവിടുത്തെ? 40 രൂപ. കുട്ടികൾക്കും വലിയവർക്കും 40 ആണോ? 40 തന്നെ. ക്യാമറ മാത്രം ഓണായിട്ടിരിക്കട്ടോ, ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ.
നഗരീയ ഉത്സവ രാവിലേക്ക് ആറാടിച്ചുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ മാസം 22-ാം തീയതി വരെയാണ് കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ കട്ടപ്പന ഫെസ്റ്റ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരുക. ഒരുപാട് സ്റ്റാളുകളും ഒരുപാട് റൈഡുകൾ, കുട്ടികൾക്കുള്ള റൈഡുകളും അതുപോലെ സ്നോ പാർക്കിങ്ങും ഫ്ലവർ ഷോയും ഗസ്റ്റ് ഹൗസും ഒക്കെയുള്ള ഈ ഒരു കട്ടപ്പന ഫെസ്റ്റ് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓണാക്കി വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അധികം താമസിക്കാതെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.